റാസ്കൽ. മനസ്സിൽ എത്ര ദേഷ്യമുണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മുതലാളി സമ്മതിച്ചിരിക്കുന്നു. പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്ന് നോക്കിയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. മുതലാളി ഒരാളുടെ മെടുക്കൊണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത്. ഞങ്ങളുടെ മുതലാളി പൊന്നു പോലത്തെ മനുഷ്യനാ. ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം അറിയോ. ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുക, ടിക്കറ്റ് കൊടുക്ക വത്സ. എങ്ങോട്ടാ? 2 തൃപ്പാളൂര്. 2 ഒന്നിനു പുറകെ മറ്റൊന്നായി ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസേ. ടയർ വാങ്ങിയത് കടമായിട്ടാ. പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു. അപ്പൊ NRI അക്കൗണ്ടില് എന്താ ഹംസ നിന്റെയൊക്കെ വിചാരം? NRI അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ. ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചുകൊണ്ടിരിക്കുകയില്ലായിരുന്നോ? ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാ, ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ. പറയാൻ വിട്ടു. കമ്മിറ്റിക്കാർ വന്ന് സംഭാവന ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മുതലാളിയോട് ചോദിക്കാൻ. ഈ അവസ്ഥയിൽ എങ്ങനെ സംഭാവന കൊടുക്കും? പറഞ്ഞിട്ട് പോലല്ല, ഗംഭീര ഉത്സവ. മുതലാളി, നമുക്ക് ഇത്തവണ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. അപ്പൊ പിന്നെ ടൈം ഒന്നും നോക്കേണ്ടി വരില്ല. നിർത്താതെ ഓടാം. 14 ദിവസത്തെ ഉത്സവമാണല്ലോ, നല്ല തിരക്കായിരിക്കും. 14 ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങ് പോരും. വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ് തരണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്തു കുടിച്ചേട്ടാ? മുതലാളി അറിഞ്ഞ് ചെയ്യൂലേ? ഇല്ലേ മുതലാളി? മുരളി, നമുക്ക് ഈ ബസ് മൊത്തം ഒന്ന് മോടി പിടിപ്പിക്കണം. ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും. കുട്ടി എന്താ ഇവിടെ? നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വഴിയില്ലാതെ ഞാൻ വിഷമിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടിപ്പോ എന്താ ഇത്? കരയാതിരിക്കൂ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതാരാ മുരളി? ഇത് നമ്മുടെ എന്നെ ചതിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. ചെറിയേട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ ഇത്രക്കാരനാണെന്ന്. അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ? ആശുപത്രി വെച്ച് എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാല് എപ്പോഴാ? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചത്തിട്ടോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞെ, നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ? ഇത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? നോക്കേ. അല്ല, ഈ കുട്ടി എന്റെ ബസ്സിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതിനെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ചതിയെന്നല്ലാതെ പിന്നെ എന്തോന്നാ ഇതിന്റെ പേര്? അത്രേ ഉള്ളന്നേ. എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു പോയി. തൽക്കാലം ഇത് പിടിക്കേ. 50 രൂപയോ? പിന്നെ എത്ര വേണം? ഒരു ദിവസത്തെ മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക്. അതെ, തൽക്കാലം ഇതങ്ങോട്ട് വാങ്ങിക്കേ. ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കളക്ഷൻ വന്നാലുണ്ട് എത്ര രൂപ വേണേലും ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. അതോ അന്ന് പറഞ്ഞ പോലെ? തരാൻ കുട്ടി, ഞാൻ അങ്ങ് ഓടി പോകുന്നില്ല. ഇതാ ചേച്ചി, ഒന്ന് ഓർമ്മിപ്പിക്കണേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എനിക്കത് ഓർമ്മ ശക്തിയില്ലേ? ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എന്താ ഇന്ന് ബസ്സിന് ഓട്ടോ ഇല്ലേ? കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മുരളി. എന്തു പറ്റി? ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ വത്സൻ അവന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങി. കാലത്ത് എത്തിക്കോളാൻ ചാത്തുറ്റെന്ന് അവൻ പറഞ്ഞു. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി. അവനവിടെ ചെന്നിട്ടില്ല അത്രേ. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ? ഇല്ല, കണക്ക് കൂട്ടാൻ നേരമില്ല. ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചേരാന്ന് അവൻ പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അത് വിഡ്ഢിത്തരായിപ്പോയല്ലോ മുരളി, മഹാവിഡ്ഢിത്തരായിപ്പോയി. അപ്പോ അത് തന്നെ, ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണവും കൊണ്ട് അവൻ മുങ്ങി. ദൈവമേ,
വത്സ വത്സാ, വാൽസ് ഇവിടെ ആരും ഇല്ലേ? ഇറങ്ങണ, ഇവിടെ ആരും ഇല്ലേന്ന്. ഹംസേ, ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെയാണ്. ആ, വത്സന്റെ വീടല്ലേ ഇത്? അതെ, മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാവും. വിളിക്കവനെ. അവനിവിടെ ഇല്ലല്ലോ. നോണ പറയരുത്. അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ അവന്റെ അച്ഛനല്ലേ? അതെ, എന്താ സാറേ വല്ല കുഴപ്പവും? കുഴപ്പം കാണിച്ചത് അവനല്ല, ഞാനാ. ആരാന്നോ എന്താന്നോ അറിയാതെ നിങ്ങളുടെ മകന് ഞാൻ ജോലി കൊടുത്തു. ഒരു തൊഴിലാളിയുടെ വിഷമങ്ങൾ അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല. കയ്യിൽ കൊടുത്താൽ കള്ളനും കക്കയില്ലെന്നൊരു ചൊല്ലുണ്ട്. ഇവൻ കള്ളനല്ല, പെരും കള്ളനാ. അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു. ഞാൻ അവന് ജോലി കൊടുത്ത തെറ്റായിപ്പോയി. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താൽ ഞാനൊരു ബസ് വാങ്ങിച്ചത് അറിയോ? ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിയാൽ എന്റെ എല്ലാ കടങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മകൻ മുങ്ങിക്കളഞ്ഞു. ഞാൻ അവനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ ഒരാളിരിപ്പുണ്ടെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞേര്. അദ്ദേഹം പൊറുക്കത്തില്ല. അതെ, എന്താ പ്രശ്നം? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അപ്പോഴേ നമുക്ക് പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുത്താലോ? അത് ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല. പക്ഷെ അവന്റെ അച്ഛനെ അമ്മയും കണ്ടില്ലേ, പാവങ്ങള്. എന്തായാലും സ്വന്തം മോനല്ലേ. ഇനി അവനെ പോലീസുകാർ പിടിച്ച് ലോക്കപ്പിലിട്ട് കേസായി വയസ്സുകാലത്ത് അവരെ അങ്ങനെ നോക്കിയപ്പോ വല്ലതും നടക്കുമോ? ഇപ്പൊ തന്നെ ടയറിന്റെ കാശ് കൊടുക്കാനുണ്ട്, വർക്ക്ഷോപ്പിലും കുറെ കടണ്ട്. എന്നാ പിന്നെ ഏട്ടന്മാരോട് വല്ലതും. കടം ചോദിക്കാനോ? അത് വയ്യ. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതല്ലേ ഈ ബിസിനസ്. ഞാനൊരു ഫൈനാൻസറോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബസ് പണയത്തില് കുറച്ച് രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതൊക്കെ വലിയ പലിശ ആവില്ലേ? ഒന്നും സാരമില്ല. തൽക്കാലം കാര്യങ്ങൾ നടക്കട്ടെ. വാ. ഇത് RC ബുക്ക്. പലിശയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കണം. ഷുവർ. താങ്ക് യു സാർ. ശരി. എന്തായി? ഓക്കെ, നേരെ ടയറുകാരൻ്റെ അടുത്തേക്ക് പോവാം. അല്ല മുരളി, ബസ് ഇങ്ങനെ ഓട്ടാതിട്ട് എന്താ കാര്യം? വേറെ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഏർപ്പാടാക്കണ്ടേ? വേണ്ട, ഇനി ഓണറായിട്ടിരുന്നാൽ ശരിയാവില്ല. പഴയ ലൈസൻസ് ഞാൻ പുതുക്കി. കണ്ടക്ടറുടെ പണി എനിക്കും അറിയാം. ചാത്തുട്ടിയേട്ടാ, സ്പീഡ് അധികം വേണ്ട. പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത്. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സഹകരിക്കുക. കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ്. സഹകരിക്കുക പ്ലീസ്. സാറ് എവിടേക്കാണ്? PC അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. ഓ, സാറോ? PC. അതെ, ഞങ്ങൾ ഇരിക്കുന്ന 6 പേര് PC ആണ്. SIയുടെ മകന്റെ കല്യാണത്തിനുമാണ്. ആർക്കും ടിക്കറ്റ് വേണ്ട. ആർക്കും ടിക്കറ്റ് വേണ്ട. ഓക്കെ. ആരെങ്കിലും ഉണ്ടോ ഇനിയും PC? അല്ല, സോറി, PC അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ PC അല്ല. സാർ എവിടേക്കാണ്? ഞാൻ ചാത്തൂട്ടിയുടെ ബന്ധുവാ. എനിക്ക് ടിക്കറ്റ് വേണ്ട.